ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ നാം തിരിച്ചറിയുക. സർവമത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഇന്ത്യയിൽ, വിശ്വാസികൾ തമ്മിൽ വിശ്വാസം പുലർത്തുന്ന ഇന്ത്യയിൽ ഇന്ന് എന്താണ് നടക്കുന്നത്? ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേയേറെ നാളുകളായി BJPയും സംഘപരിവാറും ഇന്ത്യയിൽ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊന്ന് ഞാൻ പറയാം. മഹാരാഷ്ട്രയിലെ പള്ളികൾ പൊളിച്ചു നീക്കുവാനുള്ള ഗവൺമെന്റ് ഉത്തരവ്. ആ സംഭവത്തിന് ശേഷം കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകങ്ങളിലൊന്നാണ് അവർ ഭരിക്കുന്ന ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യത്തെ തുടക്കമായി കേരളത്തിൽ നിന്നുമുള്ള 2 കന്യാസ്ത്രീകളെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അവരെ വിട്ടയക്കുവാനായി സമരം ചെയ്യുവാനായി അവരുടെ പാർട്ടിക്കാർ തന്നെ കേരളത്തിൽ നിന്നും പോയി കുമ്മനടി എന്നുള്ള ഒരു ശ്രമം മാത്രം അവർ നടത്തുന്നു. സംഘപരിവാറും BJPയും ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനികളെയും ഇസ്ലാം മതവിശ്വാസികളെയും. പള്ളിയോ മസ്ജിദോ പൊളിക്കുന്നതല്ല ഇതിലെ പ്രശ്നം, നമ്മളുടെ വിഭജനമാണ്. ഇനിയും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പോരാടുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നൊരു മസ്ജിദ്, നാളെ ഒരു പള്ളി, നാളെ നിങ്ങളുടെ ഒരു ആരാധനാലയം ഉണ്ടാവുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഒക്കെ നടന്നത് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. ആ പദ്ധതികളുടെയൊക്കെ തുടക്കം മാത്രം. ഇന്ത്യയുടെ ആത്മാവാണ് സത്യവും നീതിയും ധർമ്മവും ഒക്കെ. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് നമ്മൾ ഒറ്റക്കെട്ടാവണം. ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണം.